അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഹ്ലൂക്കീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വേദിയിൽ ആഗതനായതിൻ്റെ ഉദ്ദേശം പ്രാർത്ഥന വിശ്വാസിയുടെ വജ്രായുധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. ആദ്യമായി അതിനെനിക്ക് തൗഫീക്ക് നൽകിയ പ്രപഞ്ച പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അൽഫ മറ. ശ്രോതാക്കളെ, സന്തോഷവും സങ്കടവും പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം നിറഞ്ഞ മനുഷ്യ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ശക്തിയുള്ള ഒരായുധമാണ് പ്രാർത്ഥന. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ കിരണങ്ങൾ അസ്തമിക്കുന്നിടത്തോളം കാലം പ്രതീക്ഷാ നിർഭരമായ പ്രാർത്ഥനയും കൂടിച്ചേർന്നതാണ് ഇസ്ലാം പഠിപ്പിച്ച ജീവിത വഴി എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഫസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ്. പ്രാർത്ഥന ആരാധനയുടെ മജ്ജ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ലൈസ ശൈഉൻ അക്രം അലല്ലാഹി തആല മിന ദുആ, അള്ളാഹുവിന് പ്രാർത്ഥനയേക്കാൾ ആദരവുള്ള മറ്റൊന്നുമില്ല. ഒരിക്കൽ 3 യുവാക്കൾ വനപ്രദേശത്തിലൂടെ സഞ്ചരിക്കവേ പ്രകൃതിക്ഷോഭം മൂലം ശക്തമായ പേമാരിയും കാറ്റും നേരിട്ട് അവർ ഗുഹയിൽ അഭയം പ്രാപിച്ചു. ശക്തമായ ഉരുൾപൊട്ടൽ കാരണം ഒരു വലിയ പാറക്കല്ല് വന്ന് ഗുഹയുടെ മുഖം മൂടുകയുണ്ടായി. സർവശക്തിയുമെടുത്ത് തള്ളി നോക്കിയിട്ടും നീങ്ങാത്ത പാറക്കല്ല്. ഒടുവിൽ അവർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച സൽക്രമങ്ങൾ ഓരോന്നായി എടുത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ ഭീമമായ പാറക്കല്ല് നീങ്ങിയത്. I offered a prayer to God എന്ന കവിതയിൽ കവി പറയുന്നുണ്ട്, I asked for strength, God gave me difficulties to make me strong. ഞാൻ ദൈവത്തോട് ശക്തിയെ ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് അതിജയിക്കാൻ വേണ്ടി ദൈവം എനിക്ക് കുറേ പ്രയാസങ്ങളെ തന്നു. I asked for favor, God gave me opportunities. ഞാൻ ദൈവത്തോട് ആനുകൂല്യങ്ങളെ ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് ധാരാളം അവസരങ്ങൾ തന്നു. I asked for prosperities, God gave me brain work. ഞാൻ ദൈവത്തോട് സമൃദ്ധിയെ ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് ബുദ്ധിയും സമ്പാദിക്കാനുള്ള ആരോഗ്യവും തന്നു. മറ്റൊരിക്കൽ പ്രാർത്ഥനയുടെ മഹത്വത്തെ വ്യക്തമാക്കിക്കൊണ്ട് ചില സഹാബാക്കൾ നബിയോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കണമെന്നാണോ അവിടുത്തെ നിർദ്ദേശം റസൂൽ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖജനാവ് അനന്തമാണ്, എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തേക്കാൾ വർദ്ധിച്ചതാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള അകലം ഒരു ഉത്തരം ലഭിച്ച ഒരു പ്രാർത്ഥനയുടെ ദൂരം ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കിലോമീറ്ററുകളുടെയോ മൈലുകളുടെയോ അകലമല്ല ഉള്ളത്, അതിനേക്കാൾ അടുത്താണ് അവ രണ്ടുമെന്നാണ് അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, സല്ലുല്ലാഹി മിൻ ഫളിലിഹി ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുസ്സലു. നിങ്ങൾ അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും അവനോട് ചോദിക്കുക, തീർച്ചയായും അവനോട് ചോദിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇലാഹിനോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.